ഓഫ് 1857 അഥവാ 1857 കലാപം. ശിപ്പായി ലഹള, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഈ 1857 കലാപത്തിന് കാരണമായിട്ട് വന്നത് ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയുടെ കാർഷിക മേഖല, വ്യാവസായിക രംഗം, ഗോത്രവർഗ ജനതകളോട് ഇന്ത്യൻ പാരമ്പര്യ സംസ്കാരത്തിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു. ലൈക്ക് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ദിസ് ആസ്പെക്ട്സ്. അപ്പോൾ ഈ 1857 കലാപത്തിന് മുൻപും ശേഷവും നടന്ന 2 ഗോത്രവർഗ കലാപങ്ങളെക്കുറിച്ച് പഠിക്കണം നമുക്ക്. സാന്താൾ കലാപവും മുണ്ട കലാപവും. സാന്താൾ കലാപം 1855 നടക്കുന്നത്. എന്നുവെച്ചാൽ 1857 കലാപത്തിന് മുൻപ് നടന്ന ഗോത്രവർഗ കലാപമാണ് ഏത്? സാന്താൾ കലാപം. 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറി പാർത്ത ഗോത്രവർഗ ജനതയായിരുന്നു ഈ സാന്താൾമാർ. ഈ കലാപത്തിന് കാരണമെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഗോത്രവർഗ ജനതയോടുള്ള ബ്രിട്ടീഷുകാരുടെ ചൂഷണമായിരുന്നു കലാപത്തിനുള്ള കാരണം. അപ്പം ഇവരെന്ത് ചെയ്തു, ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധോവ് കാൻഹു എന്നിവരായിരുന്നു കലാപ നായകന്മാർ എന്ന് പറയുന്നത്, സിദ്ധോവ് കാൻഹു. പക്ഷേ ഇവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഈ കലാപം അങ്ങ് കെട്ടടങ്ങുന്നു. ഇനി 1857 കലാപത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് മുണ്ട കലാപം നടക്കുന്നത്. എന്നുവെച്ചാൽ 1899 മുണ്ട കലാപം 1899. മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഈ ഉൽഗുലാൻ എന്ന വാക്കിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വലിയ കോലാഹലം, വലിയ ഇളക്കം എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഈ മുണ്ട ഗോത്രവർഗ ജനത എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ കാടുകളിൽ ജാർഖണ്ഡിലുണ്ടായിരുന്ന ഒരു ഗോത്രവർഗ ജനതയായിരുന്നു മുണ്ട ഗോത്രവർഗം. അവരോടും ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ് കലാപത്തിനുള്ള കാരണം. അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ കൊളോണിയൽ ഭരണം തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കണം. അതായിരുന്നു അവരുടെ കലാപത്തിൻ്റെ ലക്ഷ്യം. ഇനി ഈ കലാപം നയിച്ച കലാപനായകൻ, ഇവിടെ ആരാണ് കലാപനായകനെന്നറിയോ? അത് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട. അപ്പം ഈ കലാപം നയിച്ചത് ബിർസ മുണ്ടയാണ്. കലാപം നടക്കുന്നത് 1899. കലാപത്തിൻ്റെ കാരണങ്ങളെന്ന് പറയുമ്പം ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, ഭൂമി പിടിച്ചെടുക്കൽ, പിന്നെ ഈ പണമിടപാടുകാർ, വ്യാപാരി എന്നിവരുടെ ചൂഷണമൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൽ പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ റാഞ്ചിയിൽ വെച്ച് നടന്ന ഒരു വെടിവയ്പ്പിൽ നിരവധി മുണ്ട ഗോത്രവർഗ ജനത മരിച്ചു. ബ്രിട്ടീഷുകാരുടെ തോക്കൊക്കെ ഉണ്ട്, ഇവരുടെ അങ്ങനെ ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വെടിവയ്പ്പ് നടന്നപ്പോൾ ധാരാളം ഗോത്രവർഗ ജനത മരിക്കുകയും ഈ ബിർസ മുണ്ട അറസ്റ്റ് ചെയ്തു. ബിർസ മുണ്ടയെ അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ച് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ബിർസ മുണ്ട എന്ന ഗോത്രവർഗ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി 2021 മുതലാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 15. അതെന്തായി ആചരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രവർഗ ജനതാ നേതാവ് കൂടെയാണ് ആര്? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയുണ്ട്. ഇഖ്ബാർ ദുറാനിയുടെ ഗാന്ധി സേ പഹലെ ഗാന്ധിയും മഹാശ്വേത ദേവിയുടെ ആരണ്യർ അധികാറും. ഇഖ്ബാർ ദുറാനിയുടെ ഗാന്ധി സേ പഹലെ ഗാന്ധി, മഹാശ്വേത ദേവിയുടെ ആരണ്യർ അധികാർ. ഇനി നോക്കാനുള്ളത് ഈ 1857 കലാപത്തിന് കാരണമായ കുറച്ച് ബ്രിട്ടീഷ് നിയമങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തേത് 1848 ദത്തവകാശ നിരോധന നിയമം വരുന്നുണ്ട്. ഈ നിയമം പ്രകാരം കുട്ടികളില്ലാത്ത രാജാക്കന്മാർ ദത്തെടുക്കാൻ പാടില്ല. ആ രാജാവിൻ്റെ മരണശേഷം ആ നാട് ആരുടെയിലോട്ട് പോകും? ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലോട്ട് ചെന്നങ്ങ് ചേരും എന്നായി. ഇനി 1850 2 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആക്റ്റാണ് റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്. ഈ ആക്ട് വഴി മതപരിവർത്തനം സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം 1854 പോസ്റ്റ് ഓഫീസ് നിയമം എന്നൊരു നിയമം വന്നു. അതുപ്രകാരം ഈ കത്തയക്കാനുള്ള പൈസയൊക്കെ അങ്ങ് ഒരുപാട് കൂട്ടി. അത് കഴിഞ്ഞ് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്നു.
അത് കേൾക്കുമ്പോൾ നല്ലൊരു നിയമമായിട്ട് തോന്നും, പക്ഷേ ബ്രിട്ടീഷുകാരുടെ അതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സങ്കര ജനത അഥവാ മിക്സ്ഡ് കോളനി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കൊണ്ട് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതേ വർഷം തന്നെ 1856 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പുറത്തിറങ്ങുന്നുണ്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഈ ആക്ട് പ്രകാരം ശിപ്പായി ആരാണ്? ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ബ്രിട്ടീഷ് സോൾജേഴ്സ് എന്ന് പറയുന്നവരാണ് ഈ ശിപ്പായി. അപ്പം അവർ ഇന്ത്യക്കാരാണല്ലോ, പക്ഷേ ബ്രിട്ടീഷ് ആർമിയിലുള്ളതാണ്. അപ്പോൾ അന്നത്തെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ കടൽ കടന്നൊന്നും ഇങ്ങനെ പൊക്കൂടാ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഈ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, ഈ ഇന്ത്യക്കാരെന്നല്ല ശിപ്പായികളും ഓവർസീസ് പോയി ജോലി എടുക്കണം എന്നുള്ളൊരു നിയമമായിരുന്നു ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു നിയമങ്ങൾ ഇറങ്ങുന്ന പീരീഡ് 1848 തൊട്ട് 1856 വരെയാണ് ഞാൻ ഈ പറഞ്ഞ 5 നിയമങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ ഗവർണർ ജനറൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡാൽഹൗസി പ്രഭു ആയിരുന്നു. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഡാൽഹൗസി പ്രഭു ആണ്. ഇനി ബ്രിട്ടീഷുകാർ നമ്മുടെ കാർഷിക രംഗത്തും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, അവരുടെ സാന്നിധ്യം കൊണ്ടുവന്നു. സാന്നിധ്യമല്ല, അവർ ഇൻഫ്ലുവൻസ് ചെയ്തു, മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വാണിജ്യവൽക്കരണം, ഈ ഭക്ഷ്യവിളകളെ മാറ്റി നാണ്യവിളകൾ കർഷകരോട് കൃഷി ചെയ്യാൻ പറഞ്ഞു. പിന്നെ നികുതി സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പോൾ നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്കല്ല, ആ സമയത്ത് 3 നികുതി സമ്പ്രദായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് റൈറ്റ് വാരി വ്യവസ്ഥ, പിന്നെ മഹൽവാരി, പിന്നെ സമീത് വാരി അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അങ്ങനെ 3 നികുതി വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1793 ആദ്യം ഇറങ്ങിയ ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് കൊണ്ടുവന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഇതാരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കോൺവാലിസ് പ്രഭുവാണ് കൊണ്ടുവന്നത്. ഈ നികുതി വ്യവസ്ഥ പ്രകാരം നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർ അഥവാ അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ്. ഇനി അവർ പിരിച്ചിരുന്നത് 60% എന്ത് ചെയ്തു, നികുതി, ടോട്ടൽ ഇൻകത്തിൻ്റെ 60% നികുതിയായിട്ട് പിരിച്ചു. അതുപോലെ തന്നെ നികുതി പണമായിട്ട് തന്നെ നൽകണം, അങ്ങനെയാക്കി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി അത് കഴിഞ്ഞ് 1820 റൈറ്റ് വാരി വ്യവസ്ഥ വന്നു. ഇത് മെയിനായിട്ട് കൊണ്ടുവന്നത് ഈ ദക്ഷിണേന്ത്യൻ മേഖലകളിലാണ്, ബോംബെ, മദ്രാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ തോമസ് മൺറോ അലക്സാണ്ടർ റീഡ്. ഈ ഒരു വ്യവസ്ഥ പ്രകാരം കർഷകനിൽ നിന്ന് നേരിട്ട് പിരിച്ചു. നികുതി ഇടയ്ക്കിടെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നിശ്ചിത തുക നിശ്ചിത കാലയളവിൽ പുതുക്കിയിരുന്നു, കൂട്ടിയിരുന്നു. അതാണ്. ഇനി അത് കഴിഞ്ഞ് മഹൽവാരി വ്യവസ്ഥ കൊണ്ടുവന്നു. അത് 1822 മഹൽവാരി. അത് ഉത്തരേന്ത്യ, മധ്യ ഇന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് കൊണ്ടുവന്നത്. ഹോൾട്ട് മക്കൻസിയാണ് ഈ വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഇനി ഇത് പ്രകാരം നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവനാണ്. അവിടെ ഒരു നിശ്ചിത തുക അല്ല നികുതിയായിട്ട് പിരിച്ചിരുന്നത്. ഒരു മഹൽ ഒരു യൂണിറ്റാക്കി കണക്കാക്കി, ഒരു മഹലിനെ ഒരു യൂണിറ്റാക്കി കണക്കാക്കി. ഒരു മഹൽ എന്ന് പറയുമ്പം ഒരു സ്ക്വയർ കിലോമീറ്റർ, ഒരു പർട്ടിക്കുലർ ഏരിയയെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി അതിൽ നിന്ന് ഇത്ര എമൗണ്ട് നികുതി കിട്ടിയിരിക്കണം എന്നൊരു രീതിയിൽ ആക്കി നികുതി. അപ്പോൾ 3 നികുതി വ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ശാശ്വത ഭൂനികുതി 1793 കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നു. റൈറ്റ് വാരി വ്യവസ്ഥ 1820 തോമസ് മൺറോ അലക്സാണ്ടർ റീഡ് കൊണ്ടുവന്നു. മഹൽവാരി വ്യവസ്ഥ 1822 ഹോൾട്ട് മക്കൻസിയാണ് കൊണ്ടുവരുന്നത്. ഇതാണ് 3 നികുതി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി നോക്കാനുള്ളത് 1857 കലാപത്തിന് മുൻപുള്ള ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. താങ്ക് യു.